ഇനി നമുക്കൊന്ന് നീണ്ടകരയിൽ പോകാം. നീണ്ടകരയിൽ നിന്ന് കാണാതായ ഗൗതത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. ഗൗതത്തിന്റെ അമ്മയോട് മോശമായി പെരുമാറിയ ഫിഷറീസ് വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെ ഫിഷറീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള തെരച്ചിൽ ഇന്നും നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതിഷേധമുയർന്നപ്പോൾ മന്ത്രിമാരെത്തി അവർക്ക് ഷിബു ബേബി ജോൺ അടക്കമുള്ളവരെത്തി ഉറപ്പ് കൊടുക്കുകയായിരുന്നു. MG പ്രതീഷ് ആണ് മുതലപ്പുഴയിൽ നിന്ന് ചേർന്നത്. AV ജയശങ്കർ നീണ്ടകരയിലുണ്ട്. ജയശങ്കർ, ഗുഡ് മോർണിംഗ് ജയശങ്കർ. ഇന്നും തെരച്ചിൽ എങ്ങനെയാണ്? രാവിലെ തന്നെ തുടങ്ങിയോ ഗൗതത്തിന് വേണ്ടി? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. എന്തായാലും രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നീണ്ടകരയിൽ ഈ കോസ്റ്റൽ ഗാർഡിൻ്റെയും ഒപ്പം തന്നെ ഈ കോസ്റ്റൽ മറൈൻ പോലീസിൻ്റെയും ഒക്കെ തന്നെ തിരച്ചിൽ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ചില ബോട്ടുകളൊക്കെ തന്നെ കാണാം. ഇന്നത്തെ തിരച്ചിൽ എന്ന് പറയുന്നത് സംയുക്തമായിട്ടുള്ളൊരു തിരച്ചിലാണ്. അതായത് മത്സ്യത്തൊഴിലാളികളെയും ഒപ്പം തന്നെ ഈ മറൈൻ കോസ്റ്റൽ പോലീസ് കോസ്റ്റൽ ഗാർഡ് അങ്ങനെ സംയുക്തമായിട്ടുള്ളൊരു തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. കുടുംബം കഴിഞ്ഞ ദിവസം മന്ത്രി ഷിബു ബേബി ജോണുമായി ചർച്ച നടത്തിയപ്പോൾ അമ്മ രേഷ്മ ആവശ്യപ്പെട്ടത് തങ്ങളുടെ ആളുകളെ കൂടി വള്ളത്തിൽ കൊണ്ടുപോകണം, ഈ സ്ഥലം അറിയുന്ന തങ്ങളുടെ ആളുകളെ കൂടി വെച്ചുകൊണ്ടുള്ള ഒരു പരിശോധന വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മത്സ്യത്തൊഴിലാളികളെ കൂടി വെച്ചുകൊണ്ടുള്ളൊരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് പ്രധാനമായും ഈ പാറക്കെട്ട് കൂടിയായിരിക്കും തെരച്ചിൽ നടത്തുക. കാരണം ഇത് 9ാം ദിവസമായി ഗൗതമിനെ കാണാതായിട്ട്. അതുകൊണ്ട് തന്നെ ഈ പാറയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, വലയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ചില പരിശോധനകൾ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഡ്രോൺ ചില സ്ഥലങ്ങളിൽ എത്തിക്കും. ചില പോയിന്റുകളിൽ വെള്ളം മാറുമ്പോൾ അവിടെ എന്തോ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഈ കടൽ കൂടുതൽ പ്രക്ഷുബ്ധമായതിനാൽ തന്നെ അതെന്താണെന്ന് തിരിച്ചറിയാൻ അത് ഉറപ്പിക്കാനുള്ളൊരു സാഹചര്യമില്ല. കാരണം അത്രമാത്രം വലിയ തോതിൽ തിരമാലകൾ ഇങ്ങനെ അടിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് നീണ്ടകരയിലുള്ളത്. വലിയ പ്രക്ഷുബ്ധമാണ് കടൽ. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടതായാലും ഒരു ഇതിലേക്ക് സാധിച്ചിട്ടില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ചില പരിശോധനയൊക്കെ തന്നെ കാണാം. രാവിലെ തന്നെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അല്പം കഴിഞ്ഞാൽ ഡ്രോൺ ഉൾപ്പെടെ എത്തും. ഈ കാലാവസ്ഥ ഒന്ന് മാറുന്നതനുസരിച്ച് ഡ്രോൺ ഉൾപ്പെടെ മുതലപ്പുഴയില് അതേപോലെ നീണ്ടകരയില് വിഴിഞ്ഞത്ത് 3 പേരെയാണ് കാണാതായത്. ജോണിനെ കാണാതായി, മക്കൾ കാത്തിരിക്കുകയാണ്. ഷിജിനെ കാണാതായി, ഭാര്യയും 2 കുഞ്ഞുങ്ങളും കാത്തിരിക്കുന്നു. ഗൗതത്തെ കാണാതായി ഒരു അമ്മ കാത്തിരിക്കുകയാണ്. തീരങ്ങൾ ഇങ്ങനെ നിരവധി മനുഷ്യരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ 469 പേരെയാണ് ഈ കടലെടുത്ത് കൊണ്ടുപോയത്. 469 പേര്, 190ഓളം പേരെ ഈ കടലിൽ കാണാതായിട്ടുണ്ട്. അവരിപ്പോഴും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ആ കുടുംബം. പക്ഷേ പ്രേക്ഷകർക്കറിയാമല്ലോ, ഇതേപോലെ കടലിൽ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ വീടും ആ നാടുമെല്ലാം വല്ലാത്തതരം ഒരു മൂകതയിലേക്ക് പോകും. ഓരോ തവണയും കടലിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളി തിരിച്ചു വരുന്നതും കാത്ത് പ്രാർത്ഥനയോടിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളുടെ മുന്നിലേക്കാണ് ദുരിതാശ്വാസ പ്രവർത്തനം ഏകോപിപ്പിക്കേണ്ട മന്ത്രിമാർ വന്നിട്ട് കടലിൽ പോയ 2 ദിവസമാകും, 3 ദിവസമാകും എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നടത്തിയത്. അവരെ വളരെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. നിലവിൽ എന്താണെങ്കിലും CP ജോണും ഒപ്പം തന്നെ ഷിബു ബേബി ജോണും ഇത് ഏകോപിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഫിഷറീസ് വകുപ്പിനാണ് ഇതിന്റെ ചുമതല. ഫിഷറീസ് വകുപ്പിന്റെ മന്ത്രി അബ്ദുൽ ഗഫൂർ ആണ് എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം.